എൻ്റെ പേര് സമീന്ദ്ര. അപ്പോൾ എൻ്റെ ആദ്യത്തെ വീഡിയോ കണ്ടവർ കുറച്ച് പേര് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. കുറച്ചും കൂടി ബ്രീഫായിട്ട് പറയുമോ, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എന്തൊക്കെ ചെയ്തു എന്ന് പറയുമോ, അങ്ങനെയാണെങ്കിൽ കുറച്ചും കൂടി ഹെൽപ്ഫുൾ ആവും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓർത്തൊരു ലോങ് വീഡിയോ ആയിട്ട് ചെയ്യാം. അത്യാവശ്യം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എന്തൊക്കെയാണെന്നുള്ളത് ടോട്ടൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ചെയ്യാമെന്ന് ഓർത്തു. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ അതായിരിക്കും, ഐ തിങ്ക് ഇത് 2 പാർട്ടായിരിക്കും. വന്നത് വരെ ഉള്ളൊരു കാര്യവും പിന്നെ വന്ന് കഴിഞ്ഞിട്ടുള്ളൊരു കാര്യവും. അപ്പോൾ ഞാനിവിടെ ലാറ്റ്വിയ എന്ന് പറഞ്ഞൊരു കുഞ്ഞു രാജ്യത്ത്, യൂറോപ്യൻ കൺട്രിയിൽ വരുന്നൊരു രാജ്യം കേട്ടോ. അവിടെ മാസ്റ്റേഴ്സ് പഠിക്കുകയാണ്. ഇവിടെ ഞാനിപ്പോൾ സെക്കൻഡ് സെമസ്റ്റർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കമ്പ്യൂട്ടർ സിസ്റ്റംസിലാണ് പഠിക്കുന്നത്. സിമ്പിളായിട്ട് ഞാൻ ഇതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ് പറയുവാണെങ്കിൽ, അഡ്മിഷൻ എടുക്കണം. അത് കഴിഞ്ഞിട്ട് അഡ്മിഷൻ ഡീറ്റെയിൽസ് ഫുള്ള് കിട്ടിക്കഴിഞ്ഞാൽ VFS ഡോക്യുമെൻറ്റ്സ് എല്ലാം അറേഞ്ച് ചെയ്യണം. VFSൽ അപ്പോയിൻമെൻറ്റ് എടുക്കണം. പേപ്പർ അവിടെ സബ്മിറ്റ് ചെയ്യണം. നമ്മുടെ വിസ പോയി, നമ്മുടെ പാസ്പോർട്ട് പോയിട്ട് വിസ അടിച്ച് വരണം. ഇതാണ് നമ്മുടെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ് പറയുകയാണെങ്കിൽ. അപ്പോൾ ഞാൻ ഫസ്റ്റ് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത ഉടനെ ഞാൻ ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുക ചെയ്തത്. ആ ഒരു ടൈമിൽ ഞാൻ ഓൾമോസ്റ്റ് എല്ലാ ഏജൻസിയിലും പോയി ഡീറ്റെയിൽസ് അന്വേഷിച്ചു. അവിടെ എങ്ങനെയാണ് പ്രോസസ്സിംഗ് ഫീസ് വരുന്നത്, ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് അല്ലെങ്കിൽ അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിൽ പോകാൻ പറ്റുന്ന കൺട്രീസ് ഏതൊക്കെയാണെന്ന് പോയി അന്വേഷിച്ചു. അങ്ങനെ ഒരു 8-10 ഏജൻസീസ് ഞാൻ പോയി അന്വേഷിച്ചു. അതിലൊരു ഏജൻസി ആയിട്ട് ഓക്കെ തോന്നി. ബിക്കോസ് ആ ഏജൻസിയാണ് അത്യാവശ്യം റേറ്റ് കുറഞ്ഞ് പറഞ്ഞത്. ആ സമയത്ത് ഞാൻ ചെയ്തു പോയ അബദ്ധം എന്താണെന്ന് വെച്ചാൽ, ഞാൻ വലിയ ഏജൻസികൾ പോയി ചോദിച്ചില്ല. ബിക്കോസ് അവിടെ ഓൾറെഡി റേറ്റ് കൂടുതലായിരിക്കും എന്നുള്ളൊരു തോട്ടുള്ളത് കൊണ്ട് ഞാൻ ഓർത്തു ഓക്കെ ലെറ്റ് ഇറ്റ് ബി. വലിയ ഏജൻസിയിൽ പോയാലും ഒരു നല്ല പ്രൈസ് പറയുള്ളൂ, പിന്നെ എന്തിനാ പോയി ചോദിക്കുന്നതെന്ന് ഞാൻ ഓർത്തു. ബട്ട് അതെൻ്റെ ഒരു മിസ്റ്റേക്കാണ്. ഇവിടെ വന്നു കഴിഞ്ഞിട്ടാണ് അറിയുന്നത്, ഓൾമോസ്റ്റ് ഉള്ള ഏജൻസിയിൽ വലിയ ഏജൻസികളാണ് ഏറ്റവും റേറ്റ് കുറച്ച് ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നി. അപ്പോൾ അതിൻ്റെ അകത്ത് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ചെയ്തത് ഡിഗ്രിയുടെ കോഴ്സ് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുക ചെയ്തത്. ഞാൻ +1 +2 പഠിച്ചത് ബയോമാക്സ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് 4 കൊല്ലത്തെ എഞ്ചിനീയറിംഗ് ആണ് പഠിച്ചത്. അത് KC എന്ന് പറഞ്ഞൊരു കോളേജിലാണ് പഠിച്ചത്. അത് കഴിഞ്ഞിട്ട് ഞാൻ സർട്ടിഫിക്കറ്റ്സ് കൈ കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്ത ആ ഒരു മീൻ ടൈമിൽ ഞാൻ ഏജൻസീനെ പറ്റി അന്വേഷിക്കുകയാണ് ചെയ്തത്. ഒരു 8 ഏജൻസീസ് എൻ്റെ സറൗണ്ടിങ്സിലുള്ള അന്വേഷിച്ചു. കുറേ പേര് ഫ്രണ്ട്സ് പോയവർ അല്ലെങ്കിൽ എൻ്റെ കസിൻസ് അങ്ങനെയുള്ളവർ പോയ ഏജൻസീസിൽ പോയി അന്വേഷിച്ചു. അവിടെയൊക്കെ ഞാൻ നോക്കിയിട്ട് എനിക്ക് UK, കാനഡ പോലുള്ള കൺട്രീസിലോട്ട് പോകാൻ താല്പര്യം. ഓൾറെഡി അവിടെ ആൾക്കാർ കൂടുതലാണ്. പിന്നെ കുറേ ചേഞ്ചസ് ഒക്കെ വരും അവിടുത്തെ ലോസിൽ. അപ്പോൾ ഞാൻ ഓർത്തു ലാറ്റ്വിയൻ പോലെയുള്ള ഏതെങ്കിലും കുഞ്ഞു കൺട്രീസിൽ പോകാം. അല്ലെങ്കിൽ യൂറോപ്യൻ കൺട്രീസ് എന്ന് പറയുമ്പോൾ എനിക്ക് ട്രാവൽ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ സത്യം പറഞ്ഞാൽ ഷെങ്കൻ കൺട്രി ചൂസ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഇവിടെ ഏകദേശം 27 ഷെങ്കൻ കൺട്രീസ് നമുക്ക് അങ്ങനെ വിസിറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ളൊരു ഓപ്ഷൻ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഷെങ്കൻ കൺട്രി ആയ ലാറ്റ്വിയ ചൂസ് ചെയ്തത്. പിന്നെ ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. നമുക്കൊരു 5 ലാഖിനുള്ളിൽ അതിൻ്റെ പ്രോസസ്സിങ് നാട്ടിലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ എനിക്ക് വന്ന ചിലവെന്ന് പറയുന്നത് ഇവിടെ ഉള്ള അക്കോമഡേഷനും ഫ്ലൈറ്റ് ടിക്കറ്റും ഒക്കെയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു UK, കാനഡ പോലുള്ള കൺട്രീസ് ഏകദേശം 20-25 ലാക്സ് ഒക്കെയാണ് ഫീസും ഇതൊക്കെ തന്നെ പറയുന്നത്. ഞാൻ ഓർത്ത് വൈ നോട്ട്, എന്തുകൊണ്ട് ലാറ്റ്വിയ നോക്കിക്കൂടാ. അതുകൊണ്ടാണ് ഓൾറെഡി നമുക്കൊരു ഡിഗ്രി ഉണ്ട്. അപ്പോൾ നമുക്ക് ജോബിനാണേലും അവിടെ പോയിട്ടാണേലും അപ്ലൈ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ടല്ലോ. മാസ്റ്റേഴ്സ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യണം, അത് മസ്റ്റാണ്. നിങ്ങൾ മാസ്റ്റേഴ്സ് എന്ന് പറയുന്നത് സ്റ്റഡീസിനാണ് വരുന്നതെങ്കിൽ നിങ്ങൾ സ്റ്റഡീസ് അധികം കംപ്ലീറ്റ് ചെയ്താലേ നിങ്ങൾക്ക് ജോബിന് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ ഓർത്തു വൈ നോട്ട് ലാറ്റ്വിയ. അങ്ങനെ ഞാൻ അന്വേഷിച്ചു, കുറേ ഏജൻസീസ് അന്വേഷിച്ചു. ഏജൻസീസൊക്കെ എനിക്ക് പ്രോസസ്സിങ് ഫീസൊക്കെ പറഞ്ഞത് അത്യാവശ്യം ഒരു 60-70 Kയിലാണ് പറഞ്ഞത്. ഞാൻ ഓർത്തു ഓക്കെ, അത് വലിയൊരു എമൗണ്ട് അല്ല പ്രോസസ്സിങ് ഫീസൊക്കെ പറയുവാണെങ്കിൽ. സോ ഞാൻ ഓർത്തു അങ്ങനെ മൂവ് ഓൺ ചെയ്തു. ലാറ്റ്വിയ എന്ന് പറഞ്ഞ കൺട്രി ചൂസ് ചെയ്തത് ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് പോകാൻ പറ്റുന്ന ഒരു യൂറോപ്യൻ കൺട്രി ഉണ്ടെങ്കിൽ അത് ഓഫ് കോഴ്സ് ലാറ്റ്വിയാണ്. ലാറ്റ്വിയ, ലിത്വാനിയ, എസ്റ്റോണിയ പോലുള്ള കുഞ്ഞു രാജ്യങ്ങളാണ് സത്യം പറഞ്ഞാൽ ഏറ്റവും വലിയ. അവിടെയൊക്കെ ലിവിങ് എക്സ്പെൻസും കുറവാണ്. അപ്പോൾ നമ്മളെപ്പോലത്തെ സ്റ്റുഡൻസ് വന്ന് വർക്ക് ചെയ്ത് ജീവിക്കാനാണെങ്കിൽ അത്യാവശ്യം കുറച്ച് എമൗണ്ടിൽ നമുക്ക് ജീവിക്കാനുള്ളൊരു സറൗണ്ടിങ്സും എൻവയോൺമെൻറ്റൊക്കെ ഉള്ളതുകൊണ്ടാണ് ഞാൻ സത്യം പറഞ്ഞാൽ ലാറ്റ്വിയ ചൂസ് ചെയ്തത്. ഏജൻസിയിൽ ഞാൻ ജോയിൻ ചെയ്തപ്പോൾ അവരെനിക്കൊരു അഡ്മിഷൻ ഫീസ് പറഞ്ഞു. അത് ഐ തിങ്ക് 1500 എന്തോ സംതിങ് ആയിരുന്നു. 1000 ആണോ 5000 ആണെന്ന് തോന്നുന്നു കേട്ടോ. അത് എല്ലാ ഏജൻസിയും ഡിപ്പെൻഡ് ചെയ്ത് മാറും കേട്ടോ. അപ്പോൾ അഡ്മിഷൻ ഫീസ് എടുത്ത് കഴിഞ്ഞിട്ട് അവരെനിക്ക് ഡീറ്റെയിൽസ് എന്തൊക്കെയാണ് കളക്ട് ചെയ്യേണ്ടത്, കോളേജിൽ നിന്ന് എന്തൊക്കെ കളക്ട് ചെയ്യണം, നമുക്ക് പോകാനുള്ള പ്രോസസ്സിങ്ങിന് കോളേജിൽ നിന്ന് നമ്മൾ ഇത്ര നാളും പഠിച്ച സ്ഥലങ്ങളിൽ നിന്ന് നമുക്ക് എന്തൊക്കെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യണം എന്നുള്ള ഡീറ്റെയിൽസ് പറഞ്ഞു. അത് എൻ്റെ സർട്ടിഫിക്കറ്റ്സും വേണ്ട ഡീറ്റെയിൽസും അറേഞ്ച് ചെയ്യലാണ് ആദ്യത്തെ ഞാൻ ചെയ്ത സ്റ്റെപ്പ്. ഈ സർട്ടിഫിക്കറ്റ് കളക്ട് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഫസ്റ്റ് മൂവ് ചെയ്യുന്നത്, അഥവാ നമ്മുടെ കോളേജിൽ അപ്ലൈ ചെയ്യുന്നത്. നമ്മൾ കോളേജിൽ അപ്ലൈ ചെയ്യുമ്പം അത് നമുക്ക് എനിക്ക് കോളേജിലോട്ട് അപ്ലൈ ചെയ്തതും അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഏജൻസി വഴിയാണ് ചെയ്തത്. അതുകൊണ്ട് അതിനെപ്പറ്റി എനിക്ക് കൂടുതൽ അറിയില്ല. ബട്ട് ഞാൻ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഏതൊക്കെ കോളേജസ് ഇവിടെ അവൈലബിൾ ഉണ്ട്, അവിടുത്തെ കോളേജിൻ്റെ
ഒഫീഷ്യൽ വെബ്സൈറ്റ് പിൻ ചെയ്യാം. സോ നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് കയറി നോക്കിക്കഴിഞ്ഞാൽ എന്തൊക്കെ കോഴ്സ് ഉണ്ട്, ആ കോഴ്സിന് എത്ര ഫീസ് ആവും, നിങ്ങൾക്ക് ഏത് ഇൻടേക്കിൽ വരാൻ പറ്റും, അതിനെന്തൊക്കെ വേണ്ടതെന്നുള്ള ഓൾമോസ്റ്റ് എല്ലാ ഡീറ്റെയിൽസും അതിൻ്റെ അകത്തുണ്ട്. എങ്കിൽ കൂടി അഡ്മിഷനൊക്കെ എടുക്കുന്നത് ഞാൻ പറയുന്നത് ഡയറക്റ്റ്ലി എടുക്കുന്നതിന് പകരം ഏതെങ്കിലും ഏജൻസി വഴി എടുക്കുന്നതായിരിക്കും ബെറ്റർ. ബിക്കോസ് അഡ്മിഷൻ എടുക്കുന്ന സമയം നമുക്ക് മിസ്റ്റേക്സ് ഒന്നും വരാണ്ടിരിക്കാനൊക്കെ എനിക്ക് തോന്നുന്നു അതായിരിക്കും ബെറ്റർ. സോ ഞാൻ ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ടീമിനെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഞാൻ ഏതായാലും വീഡിയോൻ്റെ അവസാനം അല്ലെങ്കിൽ ഇതിൻ്റെ കമൻറ്റ് ബോക്സിലാണെങ്കിലും ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് മെൻഷൻ ചെയ്യാം. അപ്പോൾ അവർ ഓൾമോസ്റ്റ് എല്ലാ യൂറോപ്യൻ കൺട്രീസിലോട്ടും സ്റ്റുഡൻസിനെ അയക്കുന്നുണ്ട്. എന്നെ ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് എൻ്റെ VFS ഡോക്യുമെൻറ്റേഷൻ ഫുള്ള് അവർ നല്ല ബഡ്ജറ്റിലാണ് ചെയ്തു തന്നത്. എന്ന് വെച്ചാൽ ഞാൻ അന്വേഷിച്ച എല്ലാ ഏജൻസിയും നല്ല റേറ്റ് പറഞ്ഞപ്പോൾ എനിക്ക് ഏറ്റവും മിനിമം 30-35Kയിലാണ് ഞാൻ എൻ്റെ ഡോക്യുമെൻറ്റേഷൻ കാര്യങ്ങൾ ഫുള്ള് കംപ്ലീറ്റ് ചെയ്തത്. നമുക്ക് വേണ്ട ഡീറ്റെയിൽസ് എന്തെന്ന് വെച്ചാൽ SSLC സർട്ടിഫിക്കറ്റ് വേണം, +2ൻ്റെ മാർക്ക് ഷീറ്റും കാര്യങ്ങളൊക്കെ വേണം. പിന്നെ നമ്മളവിടെ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ഇംഗ്ലീഷ് ആയിരുന്നു. നമ്മളിവിടെ ഇംഗ്ലീഷ് കോഴ്സാണല്ലോ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇംഗ്ലീഷിൽ ബേസ് ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് +2ൻ്റെ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ അഥവാ നമ്മളവിടെ പഠിച്ചത് ഇംഗ്ലീഷ് കോഴ്സായിരുന്നു +1 +2 എന്നുള്ളതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് വേണം. +2ൻ്റെ സർട്ടിഫിക്കറ്റ്സ് വേണം, ഡിഗ്രി സർട്ടിഫിക്കറ്റ്സ് എല്ലാം വേണം. അതുകൂടാണ്ട് തന്നെ നമുക്ക് റെക്കമെൻഡേഷൻ, ലെറ്റർ ഓഫ് റെക്കമെൻഡേഷൻ വേണം. ഇങ്ങനെ ഒരു സ്റ്റുഡൻറ്റ് നല്ലോണം പഠിക്കും, നമുക്കിനി അടുത്ത ഫർദർ എഡ്യൂക്കേഷന് ക്വാളിഫൈ ആണ് എന്നുള്ള രീതിയിൽ HODയുടെ കയ്യിൽ നിന്നും ഞങ്ങളുടെ പ്രിൻസിപ്പളിൻ്റെ കയ്യിൽ നിന്നും ലെറ്റർ ഓഫ് റെക്കമെൻഡേഷനും വേണമായിരുന്നു. പിന്നെ ആ കോളേജിൽ ഞാൻ പഠിച്ചതും ഇംഗ്ലീഷ് ബേസ്ഡ് കോഴ്സ് ആയിരുന്നു എന്നുള്ള, എഞ്ചിനീയറിംഗ് 4 കൊല്ലം ഇംഗ്ലീഷിലാണ് ഞാൻ പഠിച്ചതെന്നുള്ളതിൻ്റെ MOI അഥവാ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ്റെ സർട്ടിഫിക്കറ്റും വേണമായിരുന്നു. സോ നിങ്ങൾ ഡോക്യുമെൻറ്റേഷൻ അല്ലെങ്കിൽ അഡ്മിഷൻ എടുക്കുമ്പോൾ നിങ്ങൾ എന്താണെങ്കിലും ഒരു ഏജൻസി ത്രൂ എടുക്കുന്നത് ഞാൻ പറയുള്ളൂ. ബിക്കോസ് അത് കുറച്ചും കൂടി കൺവീനിയൻ്റ് ആയിരിക്കും. നമുക്ക് അതിനെപ്പറ്റി ബോധർ ചെയ്യേണ്ട കാര്യം ഉണ്ടാവില്ല. എന്തെങ്കിലും മിസ്റ്റേക്സ് വന്നാലും എവിടെയാ തിരുത്തേണ്ടതെന്നൊന്നും അറിയാൻ പാടില്ലായിരിക്കുമല്ലോ. അപ്പോൾ ഏജൻസീസിന് അതിനറിയാവുന്നതുകൊണ്ട് ഞാൻ എന്താണെങ്കിലും ഏജൻസി ത്രൂ വരാനേ പറയുള്ളൂ. ആ ഡീറ്റെയിൽസ് മുഴുവൻ കളക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ കോളേജിൽ അപ്ലൈ ചെയ്യാന്നുള്ളതാണ്. അതിന് ബെസ്റ്റ് കോളേജ് ചൂസ് ചെയ്യുക, ബെസ്റ്റ് കോഴ്സ് ചൂസ് ചെയ്യുക. നിങ്ങളുടെ കോഴ്സ് വെച്ചിട്ട് നിങ്ങൾക്ക് ഫർദർ കരിയറിൽ ഹെൽപ്ഫുൾ ആയിട്ടുള്ള കോഴ്സ് ചൂസ് ചെയ്യാമെന്ന് ഞാൻ പറയുള്ളൂ. അവിടെ ഒരു സജഷൻ പറയാനുള്ളത്, ഒരിക്കലും റിഗ ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി നിങ്ങൾ ചൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 2 ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, റിഗ ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി ഭയങ്കര സ്ട്രിക്റ്റ് ആണ്, ക്ലാസ് മാൻഡേറ്ററി ആണ്, പ്രൊഫസേഴ്സ് ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. നിങ്ങൾക്ക് ക്ലാസ്സും വർക്കും കൂടി മാനേജ് ചെയ്ത് പോകാൻ ഭയങ്കര ടഫായിരിക്കും. ഇവിടെ വന്നാൽ എന്താണെങ്കിലും വർക്ക് ചെയ്യാണ്ട് നമുക്ക് സസ്റ്റെയിൻ ചെയ്ത് പോകാൻ പറ്റില്ല. സോ നിങ്ങൾ റിഗ ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കുള്ളൊരു പ്രശ്നമായിരിക്കും കോളേജും ക്ലാസ്സും കൂടി മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റുന്നത്. അത് കുറച്ച് ടാസ്ക്കാണ്. അതുകൊണ്ട് നിങ്ങൾ വർക്ക് ഫോക്കസ് ചെയ്ത് ചിലവരുണ്ട്. ഇപ്പം ഞാൻ പറയട്ടെ, ഞാനിവിടെ വന്നതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ കുറച്ച് ഫ്രീഡം വേണം, അല്ലെങ്കിൽ സെൽഫ് ഇൻഡിപെൻഡൻ്റ് ആവണം എന്നുള്ളൊരു റീസൺ കൊണ്ട് വന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു ഐഡിയ ആണ് നിങ്ങളിങ്ങനെ വരുന്നതെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് റിഗ ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി കുറച്ച് ടഫായിരിക്കും. എന്നാലും ഓക്കെ, ഐ ക്യാൻ ഹാൻഡിൽ എന്നുള്ളൊരു സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഓഫ് കോഴ്സ് ഗോ ഫോർ ഇറ്റ്. ബട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ കോഴ്സോ വേറെ കോളേജസോ ചൂസ് ചെയ്യാം. ഐ തിങ്ക് ISMA, ICA, ടൂറിബ പോലുള്ള കോളേജസ് എന്നൊക്കെ പറയുന്നത് കുറച്ചും കൂടി ലിബറലാണ്, കുറച്ചും കൂടിയൊക്കെ സ്റ്റുഡൻസിന് അത്ര ടൈം ക്ലാസ്സസ് ഒന്നും ഉണ്ടാവാത്ത കോളേജസാണ്. അപ്പോൾ നിങ്ങൾ ചൂസ് ചെയ്യുമ്പം ഇതനുസരിച്ച് ചൂസ് ചെയ്യാം. പഠിക്കാനുള്ള ഉദ്ദേശം മാത്രമാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ ഓഫ് കോഴ്സ് റിഗ ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി ഈസ് ദി ബെസ്റ്റ്. എന്ന് പറഞ്ഞാൽ ടോപ്പ് റാങ്കിങ്ങിൽ വന്നൊരു കോളേജ്. അവിടെ നിന്ന് ഇറങ്ങുന്ന സർട്ടിഫിക്കേഷൻ അതിനനുസരിച്ചിട്ടുള്ള വാല്യൂ ഉണ്ട്. ബട്ട് സ്റ്റിൽ വർക്കും ക്ലാസ്സും കൂടി മെയിൻറ്റെയിൻ ചെയ്യാൻ കുറച്ച് ഡിഫിക്കൽട്ടായിരിക്കും. ഭയങ്കര ഹാർഡ് വർക്കിംഗ് ഒക്കെ ആണെങ്കിൽ ഓഫ് കോഴ്സ് പോകാം. ഞാൻ ഭയങ്കര ലേസി പീസനാണ്. സോ എനിക്ക് ക്ലാസ്സും ഇതും കൂടി, ക്ലാസ് കഴിയുമ്പോൾ തന്നെ നമ്മൾ ഭയങ്കര ഡൗൺ ആവും. പിന്നെ വർക്കിന് പോകണം, അത് കഴിഞ്ഞ് പിറ്റേ ദിവസം വന്ന് കിടന്ന് ഉറങ്ങണം. അത് ഭയങ്കര ടാസ്ക് ആയതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ ഞാനിപ്പോൾ കോളേജ് മാറാനുള്ള ഒരു പോയിന്റിൽ നിൽക്കുവാണ്. ഞാൻ ഈ സെമസ്റ്റർ കഴിഞ്ഞാൽ മിക്കവാറും ട്രാൻസ്ഫർ വെച്ചിട്ട് വേറൊരു കോളേജിലോട്ട് അഡ്മിഷൻ എടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു എല്ലാ സ്റ്റുഡൻസും മാറുന്നുണ്ട്. അങ്ങനെ റിഗയിൽ വന്നിട്ട് മാറുന്നുണ്ട്. ഒരു 50% പിള്ളേർ മാറുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നത് നിങ്ങൾ വർക്കും കൂടി വേണം എന്നുള്ള മെൻറ്റാലിറ്റി ആണെങ്കിൽ ഓഫ് കോഴ്സ് ഏതെങ്കിലും അടുത്ത കോളേജ്, വേറെ ഏതെങ്കിലും കോളേജ് ചൂസ് ചെയ്യുക. അതാകുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഫസ്റ്റ് ഇയർ ഫീസൊന്നും അങ്ങനെ സ്പെൻഡ് ചെയ്തത് പോവില്ല. അല്ലെങ്കിൽ പഠിക്കാൻ അത്ര ഡെഡിക്കേറ്റഡ് ആയിരിക്കണം കേട്ടോ. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നല്ലൊരു കോളേജ് ചൂസ് ചെയ്യുക, നല്ലൊരു കോഴ്സ് ചൂസ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ അഡ്മിഷന് വെക്കുക ചെയ്തത്. അഡ്മിഷൻ ഫീസ് ഏകദേശം 150 euros എനിക്ക് അന്ന് വന്നത്. അഡ്മിഷൻ ഫീസ് നമുക്ക് അഡ്മിഷൻ കിട്ടിയില്ലെങ്കിൽ ആ ഫീസ് പോകും. എനിക്ക് തോന്നുന്നു 100 or 150 എന്തോ റേഞ്ചാണ്. നാട്ടിലെ INR ആയിട്ട് നിങ്ങൾ കൺവേർട്ട് ചെയ്ത് നോക്കണം കേട്ടോ, യൂറോ. എനിക്ക് 150 euros അടുത്ത് എന്തോ ആണ് അഡ്മിഷൻ ഫീസ് വന്നത്. അഡ്മിഷൻ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു ഇൻ്റർവ്യൂ ഉണ്ടാവും, ഒരു ടെസ്റ്റ് ഉണ്ടാവും.
അത് ഓൺലൈൻ വഴി ആയിരിക്കും. വലിയ മൂലംകർഷമായ ചിന്തകളോ ഇൻ്റർവ്യൂ ഒന്നും അല്ല. ജസ്റ്റ് നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാൻ പറ്റുമോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്നാലും ഇംഗ്ലീഷ് സംസാരിച്ചാണെങ്കിലും ക്ലാസ്സസ് ഒക്കെ മനസ്സിലാവുമെന്ന് അറിയാൻ വേണ്ടി, ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് ഓക്കെ ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ ഇൻ്റർവ്യൂ ആണ്. അതുകൊണ്ട് വലിയ കാര്യമായിട്ടൊന്നുമില്ല. ടെസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ബേസിക്, നിങ്ങളുടെ നോളജ് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെസ്റ്റായിട്ട്. നിങ്ങൾ പഠിച്ചത് എഞ്ചിനീയറിംഗ് ആണെങ്കിൽ അതിൻ്റെ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു ടെസ്റ്റ് ഉണ്ടാവും. ഇത് രണ്ടും പാസ്സായി കഴിഞ്ഞാൽ അവർ ഓൾറെഡി പറയും നമുക്ക് അഡ്മിഷൻ ഓക്കെ ആയി, നമ്മുടെ ടെസ്റ്റ് പാസ്സായി, അതുകൊണ്ട് നിങ്ങൾക്ക് ഇനി ഫർദർ മൂവ് ചെയ്യാം എന്നുള്ള ഡീറ്റെയിൽസ് അവിടെ നിന്ന് പറയും. നമ്മുടെ അഡ്മിഷൻ കംപ്ലീറ്റ് ആയി, അതുപോലെ നിങ്ങൾക്ക് വേണ്ട 2-3 ഡോക്യുമെൻറ്റ്സ് ഉണ്ട്. അങ്ങനെയുള്ള 2-3 എഗ്രിമെൻറ്റ്സും ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളും കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഏകദേശം ഒരു 3 മാസത്തോളം വെയിറ്റ് ചെയ്തു. ആ 3 മാസ സമയം കൊണ്ട് സത്യം പറഞ്ഞാൽ ഞാൻ PCCക്ക് അപ്ലൈ ചെയ്യുക ചെയ്തത്. അങ്ങനെ PCCക്ക് അപ്ലൈ ചെയ്തു, പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്തു. അത് കിട്ടി. ആ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റും പിന്നെ നമ്മുടെ ഓൾറെഡി ഉണ്ടായിരുന്ന സർട്ടിഫിക്കറ്റ്സും എല്ലാം കൂടി അഫിലിയേഷൻ ചെയ്യാൻ വേണ്ടി കൊടുത്തു. അത് ഒക്കെ എനിക്ക് ചെയ്തു തന്നത് VFS ഡോക്യുമെൻറ്റ്സ് ചെയ്ത ചേച്ചിയാണ്, അഥവാ എൻ്റെ ഒരു ഫ്രണ്ടാണ്. അപ്പോൾ ആ ഒരു 3-4 മാസം ടൈം കൊണ്ട് ഇവർ പറഞ്ഞ പ്രൈസ് കുറച്ച് കൂടുതലാണ്. എൻ്റെ ഏജൻസി പറഞ്ഞ പ്രൈസ് കുറച്ച് കൂടുതലായതുകൊണ്ട് ഞാൻ അവിടുന്ന് ഡ്രോപ്പ് ചെയ്യുക ചെയ്തത്. ഞാൻ പറഞ്ഞു VFSലോട്ടുള്ള ഡോക്യുമെൻറ്റ്സ് ഞാൻ സ്വന്തമായിട്ട് ചെയ്തോളാം എന്നുള്ള രീതിയിൽ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് വിസ റിജക്ഷൻ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അത് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ, എനിക്ക് വിഷയമില്ല, ഞാൻ വിസ റിജക്ഷൻ വരാണ്ട് നോക്കിക്കോളാം എന്നുള്ള പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ അവിടുന്ന് ഡ്രോപ്പ് ചെയ്യുക ചെയ്തു. അപ്പോൾ എനിക്ക് അഡ്മിഷൻ അവിടുന്ന് അവരെടുത്ത് തന്നു. അഡ്മിഷൻ ഡീറ്റെയിൽസും അഡ്മിഷൻ്റെ ഡോക്യുമെൻറ്റ്സ് എല്ലാവരും എനിക്ക് തന്നു. അവരെനിക്ക് ഭയങ്കര മാന്യമായ രീതിയിലാണ് സംസാരിച്ചത്, ഭയങ്കര സപ്പോർട്ടിംഗ് ആയിട്ടാട്ടോ എനിക്ക് സംസാരിച്ചത്. ഞാനിങ്ങനെ മാറണമെന്ന് പറഞ്ഞപ്പോഴാണെങ്കിലും അവർ ഓക്കെയാണ് പറഞ്ഞത്. അവർ കൂടുതലൊന്നും ബുദ്ധിമുട്ടിച്ചില്ല. അഡ്മിഷൻ എടുത്തു കഴിഞ്ഞ് നമുക്ക് പേപ്പേഴ്സ് അവിടെ നിന്ന് കിട്ടിക്കഴിഞ്ഞിട്ടാണ് നമ്മൾ VFSൻ്റെ ഡോക്യുമെൻറ്റ്സ് അറേഞ്ച് ചെയ്യാൻ തുടങ്ങിയത്. നമുക്ക് ഇൻഷുറൻസ് വേണം. ഞാൻ എന്തൊക്കെ ഡീറ്റെയിൽസാണ് വേണ്ടതെന്ന് പറയാം. അപ്പോൾ നോക്കിയിട്ട് ഓക്കെ, നമുക്ക് ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് ടോട്ടലി വേണ്ട എന്തൊക്കെയാണെന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് VFS അപ്പോയിൻമെൻറ്റ് വേണം. മാസ്റ്റർ സ്റ്റുഡൻസിന് ലാറ്റ്വിയയിലോട്ട് വരാൻ VFS അപ്പോയിൻമെൻറ്റ് വേണ്ട, പക്ഷേ ബാച്ചിലർ സ്റ്റുഡൻ്റ് ആണെങ്കിലും വേണം. പിന്നെ പാസ്പോർട്ടിൻ്റെ കോപ്പിയും ഒറിജിനലും വേണം. ഹലോ വെരിഫിക്കേഷൻ റെസിപ്റ്റ്. ഈ കൺട്രിയിൽ നമ്മൾ ലീഗലായിട്ടാണ് വരുന്നതെന്നും ഇവിടെ ഈ കൺട്രിയുടെ ഒരു ലീഗൽ വെബ്സൈറ്റ് കയറിയിട്ട് നമ്മൾ ഹലോ വെരിഫിക്കേഷൻ അപ്ലൈ ചെയ്യണം. അതിൻ്റെ അകത്ത് ടോട്ടലി നമ്മൾ ഇന്ത്യയിലുള്ള ഒരു ലീഗൽ പേഴ്സൺ ആണെന്നും ഇങ്ങനെ ജെന്യുവനായിട്ട് വരുന്ന ഒരാളാണെന്നുള്ള ഒരു പ്രൂഫാണ് ഹലോ വെരിഫിക്കേഷൻ. അത് ഇവിടുത്തെ ഗവൺമെൻറ് തരുന്നതാണ് കേട്ടോ. പിന്നെ നമുക്ക് വിസ ആപ്ലിക്കേഷൻ ഫോം വേണം. പിന്നെ ഇൻവിറ്റേഷൻ ലെറ്റർ വേണം. ഇൻവിറ്റേഷൻ നമ്മൾ കോളേജിൽ നിന്നാണ് കിട്ടുന്നത്. സ്റ്റഡി എഗ്രിമെൻറ്റ് അവിടെ നിന്ന് വേണം. നമുക്ക് പ്രൂഫ് ഓഫ് അക്കോമഡേഷൻ വേണം, അതുമൊക്കെ കോളേജിൽ നിന്നാണ് കിട്ടുന്നത്. പിന്നെ നമ്മുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് വേണം. നമ്മുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റിൽ 7500 യൂറോസ് കാണിക്കണം. ഏകദേശം 8 ലക്ഷത്തോളം രൂപ നമ്മുടെ അക്കൗണ്ടിൽ കാണിക്കണം. ലാറ്റ്വിയയുടെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഈ കാണിക്കുന്ന എമൗണ്ട് എന്ന് പറയുന്നത് നമുക്ക് ജസ്റ്റ് ഒരു ദിവസം നമ്മൾ കാണിച്ചാൽ മതി. ഈ ഒരു 8 ലക്ഷത്തോളം രൂപ ജസ്റ്റ് നമ്മൾ ഇന്ന് കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് നാളെയാണ് VFS അപ്പോയിൻമെൻ്റ് എങ്കിൽ നമ്മുടെ സ്പോൺസറിൻ്റെ അക്കൗണ്ടിൽ ഇന്ന് 8 ലക്ഷം കാണിക്കുക. നാളെ രാവിലെ ആകുമ്പോൾ ആ 8 ലക്ഷം നമ്മുടെ അക്കൗണ്ടിലോട്ട് ഇടുക. അവിടുന്നുള്ള ഈ 2 സ്റ്റേറ്റ്മെൻറ്റും എടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് VFS കൊണ്ടുപോയി പേപ്പർ സബ്മിറ്റ് ചെയ്താൽ മതി. നമുക്ക് ആ അക്കൗണ്ട് നമ്മുടെ അക്കൗണ്ടിൽ കിടക്കണമെന്നോ ഫുൾ ടൈം അത് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് നമ്മുടെ അക്കൗണ്ടിൽ തന്നെ ആ പൈസ വേണമെന്നോ ഒരു നിർബന്ധമില്ല. നമ്മൾ ആ ഒരു 2 ദിവസത്തേക്ക് നമുക്ക് ഈ ഒരു എമൗണ്ട് അറേഞ്ച് ചെയ്താൽ മതി. അതുകൊണ്ട് ഞാൻ ഈ ഒരു എമൗണ്ട് ശരിക്കും ബ്ലോക്ക്ഡ് എമൗണ്ട്, ജർമ്മനിയിലൊക്കെ എന്ന് പറഞ്ഞാൽ ബ്ലോക്ക്ഡ് എമൗണ്ട് നിങ്ങൾ അക്കൗണ്ടിൽ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എടുക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ അതിൻ്റെ അതൊന്നും ചെയ്യാൻ പറ്റില്ല. അത് ഗവൺമെൻറ് ആയിട്ടാണ് നമുക്ക് മന്ത്ലി തരുന്നത്. ബട്ട് ലാറ്റ്വിയുടെ കേസ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു എമൗണ്ട് ഇട്ട് അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ എമൗണ്ടിനെ പറ്റി കാണിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് ഞാൻ ഈ ഒരു 8 ലക്ഷം രൂപ നമ്മുടെ പ്രോസസ്സിങ് ഫീസോ അല്ലെങ്കിൽ ഇങ്ങോട്ട് വരാനുള്ള ചിലവായിട്ടേ കണക്കാക്കിയിട്ടില്ല. അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് വേണ്ടത് നമ്മുടെ 3 months ഉള്ള ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റും. ആ 3 months ടൈമിൽ നമ്മൾ അത്യാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസാക്ഷനൊക്കെ കാണിക്കണം കേട്ടോ. നമ്മുടെ സ്പോൺസറായിട്ട് എൻ്റെ അച്ഛനായിരുന്നു സ്പോൺസർ. സോ സ്പോൺസറിൻ്റെ അടുക്കൽ നിന്ന് നമുക്ക് ഇങ്ങോട്ട് ഫണ്ട് അക്കൗണ്ട് വഴി ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടെന്നും നമ്മൾ അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടെന്നും നമ്മുടെ അക്കൗണ്ട് ആക്റ്റീവ് ആണെന്നും എൻ്റെ അച്ഛന് എന്നെ സ്പോൺസർ ആവാൻ യോഗ്യത ഉണ്ടെന്നും ഒക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ട്രാൻസാക്ഷനൊക്കെ നടത്തുന്നത് കേട്ടോ. അങ്ങനെ ലാസ്റ്റ് 3 മാസത്തെ ട്രാൻസാക്ഷനും വേണം. നമുക്ക് ഫൈനലി ഇത്ര എമൗണ്ട് നമ്മുടെ അക്കൗണ്ടിൽ കിടക്കുന്നുണ്ട് എന്നും അത് നമ്മുടെ സ്പോൺസറാണ് നമ്മുടെ അക്കൗണ്ടിലോട്ട് അയച്ചതെന്നുള്ള 3 ഡോക്യുമെൻറ്റ്സ് നമുക്ക് ബാങ്കിൽ നിന്ന് വേണം. പിന്നെ നമുക്ക് നോട്ടറി അറ്റസ്റ്റേഷൻ വേണമായിരുന്നു. അതിൻ്റെ അകത്ത് നമുക്ക് 2 കാര്യങ്ങളായിരുന്നു തോന്നുന്നു എനിക്ക് നോട്ടറി അറ്റസ്റ്റേഷൻ ചെയ്തത്. അത് നമ്മൾ ഏതെങ്കിലും ഒരു വക്കീലിനെ പോയി കണ്ടിട്ട് നമുക്ക് ചെയ്യാവുന്നുള്ളൂ. എനിക്ക് അന്ന് 1500 എന്തോ ആയുള്ളൂ 2 കൂടി ചെയ്തിട്ട്. 2 ആണോ 3 പേപ്പർ എന്തോ അവരൊന്നും നമ്മൾ പറഞ്ഞാൽ മതി എന്തൊക്കെ നോട്ടറി അറ്റസ്റ്റ് ചെയ്യണ്ടേ. അഥവാ ഒന്ന് എൻ്റെ അച്ഛനാണ് എൻ്റെ സ്പോൺസറെന്നും അച്ഛൻ എന്ന് പറയുന്ന ഒരാളെൻ്റെ ബയോളജിക്കലി എൻ്റെ ഫാദറാണെന്നുള്ളതിൻ്റെ ഒരു അറ്റസ്റ്റേഷൻ വേണം.
പിന്നെ രണ്ടാമത്തത് ഞാൻ എന്ന് പറയുന്ന ഒരാൾ, ഇപ്പോൾ സമീന്ദ്ര പി മനോജ് എന്നാണ് എൻ്റെ നോർമൽ നെയിം. പക്ഷേ എൻ്റെ പാസ്പോർട്ടിൽ വരുമ്പോൾ ഉള്ള എൻ്റെ നെയിം എന്ന് പറയുന്നത് സമീന്ദ്ര പുത്തങ്കണ്ണം മനോജ് എന്നാണ്. അപ്പം ഈ 2 ആൾക്കാരും സെയിം ആണ്, ഒരാളാണെന്നുള്ളതിൻ്റെ ഒരു നോട്ടറി അറ്റസ്റ്റേഷൻ വേണമായിരുന്നു. അപ്പോൾ ഈ 2 നോട്ടറിയാണ് ഞാൻ ഓർക്കുന്നത്. ഇനിയിപ്പോൾ വേറെ വേണമെങ്കിലും കുഴപ്പമില്ല, സിമ്പിളായിട്ട് അത് എടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇതാണ് പിന്നെ ഞാൻ ചെയ്ത ഒരു പ്രോസസ്സ്. പിന്നെ നമ്മൾ ടിക്കറ്റ് എടുക്കുന്നു. ഡമ്മി ടിക്കറ്റാണ് എടുക്കാറ് പൊതുവെ. എന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങോട്ട് ഒറിജിനൽ ടിക്കറ്റ് എടുക്കില്ലല്ലോ. നമുക്ക് VFS പോയി അപ്ലൈ ചെയ്ത് കിട്ടി, നമ്മളത് കഴിഞ്ഞ് ഡേറ്റ് ഒക്കെ നോക്കിയിട്ടാണ് ഒറിജിനൽ എടുക്കുന്നത്. ബട്ട് VFS നമ്മൾ സബ്മിറ്റ് ചെയ്യാൻ നേരത്ത് നമ്മളൊരു ടിക്കറ്റ് കാണിക്കണം. ഓൾറെഡി നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ടെന്ന് കാണിക്കണം. അപ്പോൾ ഏതെങ്കിലും ഒരു ടിക്കറ്റ് എടുക്കണം. പിന്നെ അതിന് ഒറിജിനലായിട്ട് ടിക്കറ്റ് എടുക്കണ്ട കേട്ടോ. ഏജൻസീസൊക്കെ നമുക്ക് ഡമ്മി ടിക്കറ്റ് എടുത്ത് തരും. അത് കഴിഞ്ഞിട്ടുള്ളൊരു ഡോക്യുമെൻ്റാണ് നമ്മുടെ ഫീസ് പേയ്മെൻറ്റിൻ്റെ റെസിപ്റ്റ്. അതിന് TT എന്നാണ് പറയുക. അത് നമുക്ക് കോളേജിൽ നിന്ന് കിട്ടും. അത് കഴിഞ്ഞ് പിന്നെ നമുക്കൊരു മോട്ടിവേഷൻ ലെറ്റർ വേണം. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആണ് ഇവിടെ ഒന്ന് പഠിക്കാനും, എനിക്ക് ഇവിടുത്തെ കോളേജസും ഇവിടുത്തെ സ്റ്റഡി സിസ്റ്റമൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ ഇവിടെ വന്ന് പഠിക്കാൻ ഭയങ്കര ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളൊരു ലെറ്ററാണ്. അത് വേണം. പിന്നെ വേണ്ടത് CV ആണ്. നമ്മുടെ നോർമൽ CV വേണം. പിന്നെ നമ്മുടെ എല്ലാ സർട്ടിഫിക്കറ്റും അഫിലിയേറ്റ് ചെയ്യണം. നമ്മളത് കൊടുത്ത് ഡൽഹിയിൽ പോയി അത് അഫിലിയേറ്റ് ഒറിജിനൽ ആണെന്നുള്ളതിൻ്റെ സീൽ ചെയ്ത് വരണം. പിന്നെ ഓക്കെ, അപ്പോൾ ഞാൻ എന്തൊക്കെ ഡീറ്റെയിൽസാണ് നമുക്ക് VFSൽ അപ്ലൈ ചെയ്യുമ്പോൾ വേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. VFS അപ്പോയിൻമെൻറ്റ് വേണം, പാസ്പോർട്ടും കോപ്പി ആൻഡ് ഒറിജിനൽ വേണം, ഹെലോ വെരിഫിക്കേഷൻ വേണം, വിസ അപ്ലിക്കേഷൻ ഫോം വേണം, ഇൻവിറ്റേഷൻ ലെറ്റർ വേണം, സ്റ്റഡി എഗ്രിമെൻറ്റും പ്രൂഫ് ഓഫ് അക്കോമഡേഷനും വേണം. ഈ 3 കാര്യങ്ങൾ നമുക്ക് കോളേജിൽ നിന്ന് ആട്ടോ കിട്ടുന്നത്. ഇൻവിറ്റേഷൻ, സ്റ്റഡി എഗ്രിമെൻറ്റ്, പ്രൂഫ് ഓഫ് അക്കോമഡേഷൻ. പിന്നെ സ്റ്റുഡൻറ്റ് ബാങ്ക് ലെറ്റർ വേണം. നമുക്ക് നമ്മുടെ ബാങ്കിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വേണം. അതുപോലെ തന്നെ നമ്മുടെ ബാങ്കിൽ ഇത്ര എമൗണ്ട് ഒന്നും കാണിക്കണം. അതുപോലെ തന്നെ നമ്മുടെ സ്പോൺസറിൻ്റെ ബാങ്കിൽ നിന്നാണ് നമുക്ക് അക്കൗണ്ട് ട്രാൻസ്ഫർ ചെയ്ത് കിട്ടിയത് ആ എമൗണ്ട് ഒന്നും കാണിക്കണം. പിന്നെ ലാസ്റ്റ് 3 മാസത്തെ ബാങ്ക് ട്രാൻസാക്ഷൻസ് വേണം. നമ്മുടെ ID പ്രൂഫ് വേണം, അഥവാ ആധാർ കാര്യങ്ങൾ, അതൊക്കെ നോട്ടറി അറ്റസ്റ്റ് ചെയ്തത് വേണം. പിന്നെ ITR വേണം സ്പോൺസറുടെ. 3 നോട്ടറി അറ്റസ്റ്റേഷൻ വേണം. ഡമ്മി ടിക്കറ്റാണ് കാണിക്കുക അവിടെ. ഓൾഡ് എഡ്യൂക്കേഷണൽ ഡോക്യുമെൻറ്റ്സും നമ്മൾ അറ്റസ്റ്റ് ചെയ്തത് വേണം. ട്രാവൽ ഇൻഷുറൻസ് വേണം. നമ്മൾ ഫീസ് അടച്ചതിൻ്റെ റെസിപ്റ്റ് വേണം. മോട്ടിവേഷൻ ലെറ്റർ വേണം. CV, പിന്നെ നമ്മുടെ ഡിഗ്രി എല്ലാ സർട്ടിഫിക്കറ്റ്സും അഫിലിയേറ്റ് ചെയ്ത് വേണം. കവറിങ് ലെറ്ററും വേണം. VFSൽ നമ്മളൊരു പേയ്മെൻറ്റും കൂടി അടക്കണം. VFSലെ പേയ്മെൻറ്റ് എന്ന് പറയുന്നത് ബാച്ചിലർ സ്റ്റുഡൻ്റ് ആണെങ്കിൽ 10,000 ആണ് പേയ്മെൻറ്റ് വരുന്നത്. മാസ്റ്റർ സ്റ്റുഡൻ്റ് ആണെങ്കിൽ 5,000 ആണ് പേയ്മെൻറ്റ്. ഇത് VFSൻ്റെ ഫീസാണ് കേട്ടോ. VFSൻ്റെ അവരുടെ ആ ഒരു സർവീസ് ചാർജിന്. ഓക്കെ, എൻ്റെ ഈ VFS ഡോക്യുമെൻറ്റ്സിൻ്റെ എല്ലാ ഡീറ്റെയിൽസും കളക്ട് ചെയ്തതും എനിക്ക് അതിന് ഹെൽപ്പ് ചെയ്തതും എൻ്റെ ഒരു ഫ്രണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അത്ര വലിയ എനിക്കപ്പോൾ അതിനത്ര വലിയ എമൗണ്ട് ഒന്നും ആയിട്ടില്ല VFS ഡോക്യുമെൻറ്റ്സ് ഒക്കെ ആക്കാം. എനിക്ക് ആകെ ഫീസ് മാത്രമാണ് അത്ര ചിലവ് വന്നത്. ഫീസ് ഏകദേശം 4 lakh rupees ഞാൻ ഫീസ് മാത്രം കൊടുത്തത് 1 yearലേക്ക് കമ്പ്യൂട്ടർ സിസ്റ്റം മാസ്റ്റേഴ്സ് പഠിക്കാൻ RTUവിൽ. പിന്നെ പ്ലസ് 50K നമുക്ക് സെക്യൂരിറ്റി ഡെപ്പോസിറ്റും കൊടുക്കണമായിരുന്നു. അപ്പോൾ അതും കൂടി കൊടുത്തു. 4,50,000 ആണ് എനിക്ക് ഫീസിൻ്റെ മാത്രം കാറ്റഗറിയിൽ പേയ്മെൻ്റ് ആയത്. പിന്നെ എനിക്ക് പ്രോസസ്സിങ് ചാർജ് എല്ലാം കൂടി കൂട്ടി ഒരു 40-50K ആയിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് വന്ന ചിലവ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ടിക്കറ്റ് എടുക്കണം. അപ്പോൾ നമ്മൾ ഓൾറെഡി VF ഡോക്യുമെൻറ്റ്സ് എല്ലാം കളക്ട് ചെയ്ത് VFSൽ കൊണ്ടുപോയി കൊടുത്തു. അപ്പോയിൻമെൻറ്റ് എനിക്ക് വേണ്ടായിരുന്നു, ബിക്കോസ് ഞാൻ മാസ്റ്റർ സ്റ്റുഡൻ്റ് ആയതുകൊണ്ട്. നേരെ കൊണ്ടുപോയി കൊടുത്തു. നമ്മൾ അവിടെ നിന്നൊരു റെസിപ്റ്റ് കിട്ടും, നമ്മുടെ വിസ പോകും, അടിച്ച് വരും. ഇതാണ് സംഭവം, ഇത്രയാണ് സംഭവം. അപ്പോൾ ഈ പേപ്പേഴ്സാണ് നമുക്ക് VFSൽ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ വേണ്ടത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇനി കോൺടാക്ട് ചെയ്യാനാണ്, ഇങ്ങോട്ട് വരണം, അതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയാമോ, ഏതൊക്കെ കോഴ്സ് ഉണ്ട്, ഏതൊക്കെ കൺട്രീസിൽ പോകാം, അങ്ങനെ ഒരു നല്ല ഏജൻസി സജസ്റ്റ് ചെയ്യുമോ എന്ന് ചോദിച്ചവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഏതായാലും പിന്നെ ഡിസ്ക്രിപ്ഷനിൽ ഒരു നമ്പർ കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതൊക്കെ കൺട്രീസ് ഉണ്ട്, കൺട്രീസിലോട്ടൊക്കെ പോകാൻ എത്ര റേറ്റ് ആവും എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. UK, കാനഡ പോലുള്ള കൺട്രീസൊക്കെ ഇപ്പോൾ എല്ലാവരും വിട്ടു തുടങ്ങി, ബിക്കോസ് ഇപ്പോൾ അവിടെയുള്ള റൈറ്റ്സും റൂൾസൊക്കെ പെട്ടെന്ന് ചേഞ്ച് ചെയ്യുകയാണ്. എല്ലാവർക്കും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ കുറേ വീഡിയോസൊക്കെ കണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറയുന്നത് നമ്മൾ ലൈഫ് സെക്യൂർ ആയിട്ടുള്ള ഒരു രാജ്യത്തോട്ട് കയറി പോവുക. പിന്നെ ഞാൻ ഓർക്കുന്നു, നാട്ടിൽ നിന്ന് കയറി വന്നപ്പോൾ ഞാൻ ചെയ്ത കുറച്ച് അബദ്ധങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് ഓഫ് ഓൾ, ഞാൻ അന്വേഷിച്ചപ്പോൾ ഒരു 8-10 ഏജൻസി മാത്രമേ അന്വേഷിച്ചുള്ളൂ. കുറേ ഏജൻസീസ് ഉണ്ടല്ലോ. പിന്നെ നമ്മൾ പോയി അന്വേഷിക്കുമ്പോൾ ജെന്യുയിനാണെന്ന് ആദ്യം ഉറപ്പ് വരുത്തിയിട്ട് മാത്രം ആ ഏജൻസിയിൽ പോയി അന്വേഷിക്കുക. ഇപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഫ്രണ്ട്സ് പോയതോ അല്ലെങ്കിൽ ഏതെങ്കിലും കസിൻസ് പോയതോ ആയിട്ടുള്ള ഏജൻസീസിൽ പോയി അന്വേഷിക്കുക. അല്ല അവരങ്ങനെ പോയിട്ടുണ്ടെന്ന് അറിഞ്ഞ് ഏതെങ്കിലും ഏജൻസിയിൽ മാത്രം പോയി തല വെക്കുക. പിന്നെ വർക്കിന് കയറി വരുന്നത് ചെറിയ പണിയൊന്നുമല്ല, നല്ല പണിയാണ്. അപ്പോൾ എന്നോട് വർക്കിന് വരാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നവരോട് എനിക്കൊരു കാര്യം പറയാനുള്ളൂ,
വർക്കിന് വരാം, പക്ഷേ ജെന്യുവനായിട്ടുള്ള ഏജൻസി ആയിരിക്കണം, ജെന്യുവനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി ആയിരിക്കണം. അങ്ങനെ ഒരു പൊസിഷൻ ഇവിടെ ആക്ച്വലി കാണണം. അങ്ങനെ കുറച്ച് ടാസ്ക് ഉണ്ട്. വരാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ ഞാൻ ഇവിടെ താഴെ കൊടുത്തേക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് വർക്ക് ഏതൊക്കെയാണെന്ന് അറിയാൻ പറ്റും. എന്നാലും വർക്കിന് വരുന്നത് കുറച്ച് ടാസ്ക്കുള്ള പരിപാടിയാണ്. എന്നിരുന്നാലും നിങ്ങൾ ട്രൈ ചെയ്യാമെന്നേ ഞാൻ പറയുള്ളൂ. പിന്നെ നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും വന്ന് ഒരു യൂറോപ്യൻ കൺട്രിയിലൊക്കെ സെറ്റിൽ ആവണം എന്നാണെങ്കിൽ, കുറച്ച് സ്ട്രഗിൾ ചെയ്യാനൊക്കെ ഓക്കെ ആണെങ്കിൽ വന്ന് പഠിക്കാമെന്നേ ഞാൻ പറയുള്ളൂ. അതാണ് ഏറ്റവും എളുപ്പമായിട്ട് നമുക്ക് യൂറോപ്യൻ കൺട്രിയിൽ വരാൻ പറ്റുന്നൊരു ഓപ്ഷൻ. അല്ലെങ്കിൽ നമ്മൾ ഈ വർക്ക് വിസ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ കുറേ നാൾ വെയിറ്റ് ചെയ്യേണ്ടി വരും, അപ്പോയിൻമെൻറ്റിന് വെയിറ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെ കുറച്ച് ടാസ്ക് പിടിച്ച വരികയാണ് വർക്ക് വിസ. അപ്പോൾ സ്റ്റുഡൻ്റായിട്ട് വരുമ്പോൾ ഞാൻ ചെയ്ത കുറച്ച് അബദ്ധങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഞാൻ ഏറ്റവും ഫസ്റ്റ് ചെയ്തൊരു അബദ്ധം എന്താണെന്ന് വെച്ചാൽ, അന്വേഷിച്ചപ്പോൾ ഒരു അറിയാവുന്ന 2-3 ഏജൻസി മാത്രമേ അന്വേഷിച്ചുള്ളൂ. എന്ന് വെച്ചാൽ നമ്മൾ അന്വേഷിക്കുമ്പോൾ നമുക്ക് പറ്റുന്ന എല്ലാ ഓപ്ഷനും അന്വേഷിക്കുക. യൂട്യൂബ് കയറി നോക്കുക, ഇൻസ്റ്റ കയറി നോക്കുക, അത്യാവശ്യം പോയിട്ടുള്ള ആൾക്കാരുടെ കുറേ റിവ്യൂസ് കാണുക, അങ്ങനെ എല്ലാ വഴി അന്വേഷിക്കുക. നല്ല രീതിയിലൊരു ഐഡിയ ഉണ്ടാക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ ഐഡിയ കിട്ടിക്കഴിഞ്ഞിട്ട് മാത്രം നെക്സ്റ്റ് സ്റ്റെപ്പ് വെക്കുക. ഞാൻ ജസ്റ്റ് ഒരു 1 വീക്ക് 2 വീക്കിനുള്ളിൽ അത്യാവശ്യം 2-3 ഏജൻസീസ് പോയി അന്വേഷിച്ചു. അതിലൊരു ഏജൻസി ചൂസ് ചെയ്യുക ചെയ്തത്. അപ്പോൾ നിങ്ങൾ അന്വേഷിക്കുമ്പം വലിയ ഏജൻസി ഒരിക്കലും വിട്ട് കളയരുത്. അവർ നല്ല റേറ്റ് കുറച്ചൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. സോ വലിയ ഏജൻസിയും ചെറിയ ഏജൻസിയും പോയ ആൾക്കാരുടെ മാത്രം ഏജൻസീസ് പോയി നോക്കുക. ജെനുവിനായിട്ടുള്ള ഏജൻസീസിൽ പോയി തലവെക്കുക. വർക്ക് വിസ ആണെങ്കിൽ ഓഫ് കോഴ്സ് കുറച്ച് ടാസ്ക്കാണ്. ഇപ്പോൾ ജെനുവിനായ ഏജൻസീസ് പോലും ഭയങ്കര ടൈം എടുക്കുന്നൊരു രീതിയിലോട്ട് വരികയാണ് വർക്ക് വിസയിൽ. അപ്പം ഞാൻ പറയുന്നത് സ്റ്റുഡൻറ്റ് വിസ ആയിരിക്കും ഏറ്റവും കൂടുതൽ പെട്ടെന്ന് നിങ്ങൾക്ക് പുറത്തൊരു രാജ്യത്തോട്ട് പോകാൻ പറ്റുന്നെങ്കിൽ ഏറ്റവും എളുപ്പമുള്ളത് സ്റ്റുഡൻറ്റ് വിസ ആയിരിക്കും. അതുകൊണ്ട് അത് ചൂസ് ചെയ്യാം. എന്താണോ പറയുന്നത്? ഓക്കെ. പിന്നെ ഞാൻ ചെയ്ത അടുത്തൊരു അബദ്ധം എന്താണെന്ന് വെച്ചാൽ, ഏറ്റവും വലിയ എനിക്കൊരു പണി കിട്ടിയ പണിയാണ് RTO ഞാൻ ചൂസ് ചെയ്യുന്നത്. ബിക്കോസ് എനിക്ക് വർക്കും ഇതും കൂടി മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. എൻ്റെ വർക്ക് എന്ന് പറയുന്നത് നൈറ്റ് ഷിഫ്റ്റാണ്. ഞാൻ ഗെയിം സെൻ്ററായിട്ടാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പം ഞാൻ വർക്ക് ചെയ്യുമ്പം നൈറ്റ് ഷിഫ്റ്റ് വർക്ക് ചെയ്തു, മോർണിംഗ് വന്ന് കിടന്ന് ഉറങ്ങി, ഈവനിങ് ഒരു 2:30 തൊട്ട് എനിക്ക് ക്ലാസ്സാണ്. ഞാൻ ഒരു 7 മണി 8 മണിയായിട്ട് വന്ന് കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ ഒരു 2-നെങ്കിലും അറ്റ്ലീസ്റ്റ് എഴുന്നേറ്റ് കുളിച്ച് റെഡിയായി കോളേജിൽ പോകണം. അങ്ങനെ ഞാൻ പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ വരുന്ന 10 മണിക്കാണ്. അപ്പോൾ ഈ ഒരു ടൈം ഫ്രെയിം നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി അറിയാൻ പറ്റും എന്ത് ഹെക്റ്റിക്കായിരിക്കും എൻ്റെ ലൈഫ് ആ ടൈമിൽ. എന്നാൽ ഞാൻ ഭയങ്കര ഡൗൺ ആയിരുന്നു. എനിക്കെന്തോ നമുക്ക് ഭയങ്കര സ്ട്രെസ്സാണ്. ഇനി വർക്ക് കഴിഞ്ഞാൽ ക്ലാസ്സിന് പോകണം, ക്ലാസ് കഴിഞ്ഞാൽ വർക്കിന് പോകണം, ആകെ ശരി ഞാനാണ് കുറച്ച് ടൈം കിട്ടണം, അപ്പോൾ വർക്ക് ഉണ്ടാവും. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ കൂടി പോയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഇനി വരുന്ന ആൾക്കാരെ ദയവ് ഇത് നിങ്ങൾക്ക് ക്ലാസ്സും വർക്കും മാനേജ് ചെയ്ത് പോകാൻ പറ്റുന്നില്ലെങ്കിൽ ഏറ്റവും ബേസിക് ആയിട്ടൊരു കോളേജും കോഴ്സും ചൂസ് ചെയ്യുക. ഞാൻ RTO ചൂസ് ചെയ്യുന്നതിൻ്റെ മെയിൻ കാര്യം ഭയങ്കര റാങ്കിങ്ങും ഭയങ്കര ഇത് കണ്ടിട്ടാണ്. ബട്ട് ഇപ്പോൾ കണ്ടില്ല, ഇൻ ദ മിഡിൽ ഞാൻ അവിടെ നിന്ന് ഡ്രോപ്പ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഞാൻ അവിടെ നിന്ന് ട്രാൻസ്ഫർ വെക്കുകയാണ്. എൻ്റെ ഫസ്റ്റ് ഇയർ ഫീസ് എന്താണെങ്കിലും എനിക്ക് കിട്ടില്ല, എൻ്റെ സെക്യൂരിറ്റി ഡെപ്പോസിറ്റിന് കിട്ടില്ല. ഇതാണ് എൻ്റെ രണ്ടാമത്തെ അബദ്ധം. അപ്പോൾ നാട്ടിൽ നിന്ന് കയറി വരുമ്പോൾ നിങ്ങൾ ജോബ് ഫോക്കസ് ചെയ്തിട്ടാണ് നാട്ടിൽ നിന്ന് കയറി വരുന്നതെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ബേസിക് കോഴ്സോ അല്ലെങ്കിൽ ബേസിക് കോളേജോ ചൂസ് ചെയ്യുന്നത് ഞാൻ പറയുള്ളൂ. പിന്നെ നിങ്ങൾക്ക് ഇവിടെ അക്കോമഡേഷനും ഇതിനൊക്കെ ആയിട്ട് കമ്മീഷൻ മേടിക്കാത്ത ആരെങ്കിലും ഒന്ന് കോൺടാക്ട് ചെയ്യുക. ഓക്കെ. ഇപ്പോൾ ഞാൻ ലക്കി ആയതുകൊണ്ട് ഞാനിവിടെ വന്ന സമയത്ത് എനിക്കൊരു ഫ്രണ്ട് ഓൾറെഡി ഇവിടെ വന്നിട്ടുള്ളതുകൊണ്ട് അവൾ എനിക്ക് എൻ്റെ എല്ലാം ഹെൽപ്പ് ചെയ്ത അവളാണ്. എനിക്കതുകൊണ്ട് ഒന്നും അറിയേണ്ടി വന്നില്ല. എൻ്റെ അക്കോമഡേഷൻ, എൻ്റെ എയർപോർട്ടിൽ നിന്നുള്ള ട്രാൻസ്ഫർ ഒന്നും എനിക്ക് അറിയേണ്ടി വന്നില്ല. അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും കമ്പനിയുള്ള ആൾക്കാരുമായിട്ട് കോൺടാക്ട് ചെയ്തിട്ട് വരിക. കമ്മീഷൻ കൊടുത്ത് നിങ്ങൾ വെറുതെ മുടിയരുത്. എന്ന് വെച്ചാൽ ഇവിടെ അക്കോമഡേഷൻ ആണെങ്കിലും ഒക്കെ കമ്മീഷൻ പറയുന്നത് തന്നെ 10,000-20,000 രൂപയ്ക്ക്. ഇതെൻ്റെ ഫ്രണ്ട്സിന് വന്നിട്ടുള്ളൊരു സിറ്റുവേഷനാണ് കേട്ടോ. അവർ കമ്മീഷനായിട്ട് കുറേ എമൗണ്ട് കൊടുത്തിട്ടുണ്ട്. അത് അക്കോമഡേഷൻ ആണെങ്കിലും എയർപോർട്ടിൽ നിന്നുള്ള ട്രാൻസ്ഫറിനാണെങ്കിലും ഒക്കെ നമ്മൾ കമ്മീഷൻ കുറേ കൊടുത്തിട്ടുണ്ട്, കുറേ ഫ്രണ്ട്സ്. അപ്പോൾ അങ്ങനെ നിങ്ങൾ കമ്മീഷൻ കൊടുക്കാണ്ടിരിക്കാൻ നോക്കുക. എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ ചെയ്തു തരാം. ബട്ട് എനിക്ക് എപ്പോഴും പറ്റിയെന്നൊന്നും വരില്ല. അതുപോലെ തന്നെ ഇപ്പോൾ കിട്ടുവാണെങ്കിൽ തന്നെ കുറേ കണക്ഷൻ കിട്ടിയിട്ട് അതിൽ കമ്പയർ ചെയ്തിട്ട് ഏറ്റവും ബെറ്റർ ഏതാണോ അത് ചൂസ് ചെയ്യാം. ഓക്കെ. ഈ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വേണം. എല്ലാവരും അവരുടെ സമയമൊക്കെ കളഞ്ഞ് വരുന്നതല്ലേ. കമ്മീഷൻ മേടിക്കുന്നതിന് ഞാൻ തെറ്റ് പറയുന്നില്ല. പക്ഷേ കുറച്ച് കൂടുതൽ മേടിക്കുന്നവരോടാണ് ഞാൻ പറയുന്നത്, കുറച്ചൊക്കെ നമ്മുടെ സഹോദരന്മാരല്ലേ കയറി വരുന്നത്, ഒന്നുമില്ലെങ്കിലും മലയാളികളല്ലേ. അപ്പോൾ കുറച്ച് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ കമ്പയർ ചെയ്തിട്ട് കുറച്ചുള്ളവരെ ചൂസ് ചെയ്യുക. നിങ്ങൾ അങ്ങനെയല്ലേ ചെയ്യുള്ളൂ. ഓക്കെ. അതെനിക്കൊരു അബദ്ധം, എനിക്കല്ല എൻ്റെ ഫ്രണ്ട്സിന് വന്നിട്ടുള്ളൊരു അബദ്ധമാണ് കേട്ടോ. അവർ കുറേ കമ്മീഷനായിട്ട് പൈസ കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്നോട് നാട്ടിൽ നിന്ന് കയറി പോന്നപ്പോൾ എല്ലാവരും പറഞ്ഞതാണ് ഇവിടെ ആർക്കും ഇംഗ്ലീഷ് അറിയില്ല. ഞാൻ കുറേ കണ്ട വീഡിയോസിലൊക്കെ ഇംഗ്ലീഷ് അറിയില്ല ഇവർക്ക് എന്നുള്ളൊരു ഇതാണ് ഞാൻ കണ്ടത്. ബട്ട് നമ്മുടെ പ്രായമുള്ളവർക്കും അത്യാവശ്യം ഒരു 20-30 ആ റേഞ്ചിലുള്ള എല്ലാവർക്കും ഇവിടെ ഇംഗ്ലീഷ് അറിയാം. കുറച്ച് പ്രായം കൂടി ഒരു 40-50 ഏജൊക്കെ ഉള്ളവർക്കാട്ടോ സത്യം പറഞ്ഞാൽ ഇംഗ്ലീഷ് അറിയാത്തത്. അവർക്കാണെങ്കിലും നമുക്ക് കോൺടാക്ട് ചെയ്യാനായിട്ട് നമുക്ക്
ട്രാൻസ്ലേറ്റേഴ്സ് യൂസ് ചെയ്യാം. ഇവിടെ വന്നു കഴിഞ്ഞാൽ വർക്കിൻ്റെ കാര്യങ്ങൾ, ഇവിടെ വന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു, എക്സ്പെക്റ്റേഷൻ മീറ്റ് ചെയ്തോ, ലാറ്റീവ് കണ്ടിട്ട് എങ്ങനെ ഉണ്ടായി, അങ്ങനെയുള്ള കാര്യങ്ങളും ഞാൻ ഇവിടെ വന്നിട്ടുണ്ടായ കുറേ ഫണ്ണി മൊമെൻറ്റ്സ് ഒക്കെ ഉണ്ട്. അപ്പം ഞാൻ ഓർത്തു സെക്കൻഡ് പാർട്ടായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ ചെയ്യാം. മാക്സിമം ഞാൻ വീഡിയോസിനൊക്കെ റിപ്ലൈ കൊടുക്കാറുണ്ട്. എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുന്നവർക്കാട്ടോ കൂടുതൽ റിപ്ലൈ കൊടുക്കുന്നത്. ഞാൻ യൂട്യൂബിൽ റിപ്ലൈ കൊടുത്തിട്ടില്ല തോന്നുന്നു, ബട്ട് ഇൻസ്റ്റാഗ്രാമിൽ തീരാൻ പറ്റുന്നില്ല. അപ്പോൾ എല്ലാവരും ഇൻസ്റ്റാഗ്രാമിൽ വന്ന് മെസ്സേജ് അയക്കുന്നുണ്ട്. എൻ്റെ ഒരു വീഡിയോ കണ്ടിട്ട് എല്ലാവരും മെസ്സേജ് അയക്കുന്നുണ്ട്, ചേച്ചി എങ്ങനെ ലാറ്റീവ് പോയെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ മാക്സിമം റിപ്ലൈ തരാൻ നിങ്ങൾക്ക് നോക്കാം. ഇൻസ്റ്റാഗ്രാമിലായിരിക്കും പിന്നെ റിപ്ലൈ കിട്ടാൻ ചാൻസ്. സോ നിങ്ങൾ മെസ്സേജ് അയക്കുക, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാനുള്ളൊരു നമ്പർ ഞാൻ താഴെ കൊടുക്കാം. അതുപോലെ തന്നെ വെബ്സൈറ്റിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കാം. VFSലോട്ടുള്ള വേണ്ട ഡോക്യുമെൻറ്റ്സിൻ്റെ ലിസ്റ്റ് ഞാൻ ഇതിൻ്റെ താഴെ കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ ഒന്ന് റെഫർ ചെയ്ത് നോക്കുക. കൂടുതൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് തന്നെ ചോദിക്കുക. എനിക്കൊന്നും ഓൾമോസ്റ്റ് എല്ലാം ഞാൻ വന്ന രീതിയെല്ലാം ഞാൻ കവർ ചെയ്തതുകൊണ്ട് ഇനി കൂടുതൽ ഡൗട്ടൊന്നും ഉണ്ടാവില്ല തോന്നണോ. പറഞ്ഞാൽ എൻ്റെ ലൈഫിൽ ഏറ്റവും ചെയ്തേക്കുന്ന ഒരു അടിപൊളി കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ കുറേ അടുത്ത് പോയി അന്വേഷിച്ചിട്ട് കുറേ കമ്പയർ ചെയ്തിട്ട് ഒരെണ്ണമാണ് ചൂസ് ചെയ്തത്. അതിൽ ഏറ്റവും ബെറ്റർ ഓപ്ഷനാണ് ചൂസ് ചെയ്തത്. പക്ഷെ കമ്പയർ ചെയ്യുമ്പം ജെന്യുവനായിട്ടുള്ള ആൾക്കാർ മാത്രം കമ്പയർ ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ലൈഫിൽ കുറേ എക്സ്പെൻസസ് ഒക്കെ സേവ് ചെയ്യാൻ പറ്റി, കുറേ കമ്മീഷൻസ് സേവ് ചെയ്യാൻ പറ്റി, കുറേ ഓവർ പ്രൈസിങ് കാര്യങ്ങളൊക്കെ സേവ് ചെയ്യാൻ പറ്റി. അതുകൊണ്ട് നിങ്ങൾ ചൂസ് ചെയ്യുമ്പോഴാണെങ്കിലും അങ്ങനെ ചൂസ് ചെയ്യുക എന്നുള്ളൊരു കാര്യം മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ ഇങ്ങനൊരു വ്ളോഗും വീഡിയോസും അപ്ലോഡ് ചെയ്യാൻ നല്ല താല്പര്യം എൻ്റെ യൂട്യൂബിൽ. എനിക്ക് കുറേ ട്രാവൽ ചെയ്യാൻ താല്പര്യമുണ്ട്. അപ്പോൾ ഞാൻ ഓർത്ത് ഓരോ രാജ്യത്ത് പോകുമ്പോഴും അതിൻ്റെ കുറേ വ്ളോഗ്സും കാര്യങ്ങളൊക്കെ ഇടണം. ജർമ്മനി പോകണം, ടീം സിസ്റ്ററിനെ കാണണം, അവരെ കാണണം. അപ്പോൾ അതിൻ്റെ വീഡിയോസും വ്ളോഗ്സൊക്കെ പോസ്റ്റ് ചെയ്യണം. അതൊക്കെയാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ എല്ലാവരും ഇങ്ങനെ കുറേ മെസ്സേജ് അയച്ചപ്പോൾ ഞാൻ ഓർത്തു ഓക്കെ ഒരു ലോങ് വീഡിയോ ആയിട്ട് ചെയ്യാം. ഇൻസ്റ്റാഗ്രാമിൽ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ ഓർത്ത് ലോങ് വീഡിയോ ആയിട്ടും പോസ്റ്റ് ചെയ്യാം. അതാകുമ്പോൾ എല്ലാവരോടും ഞാൻ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, പോയി നോക്കുമോ എന്ന് ചോദിച്ചാൽ മതിയല്ലോ എന്ന് ഓർത്തിട്ടാട്ടോ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, മെസ്സേജ് അയയ്ക്കുക. കീപ്പ് ഇൻ ടച്ച്. ഓക്കെ, ബൈ. എല്ലാവരും അടുത്ത വീഡിയോയിൽ കാണാം.